നമസ്കാരം. 16 ദിവസം പിന്നിട്ട ഇസ്രയേൽ ഉപരോധത്തിൽ ഗാസയിൽ പട്ടിണി പെരുകുകയാണ്. കുടിവെള്ളം, ഭക്ഷണം, മരുന്നുകളെല്ലാം തീർന്നു വരികയാണ്. ലക്ഷക്കണക്കിന് കുട്ടികൾ കടുത്ത ഭക്ഷ്യ പ്രതിസന്ധി നേരിടുന്നുവെന്നാണ് യുണിസെഫ് പറയുന്നത്. സാമൂഹിക അടുക്കളകളും വേഗം അടച്ചുപൂട്ടുകയാണ്. ദേർ അൽ ബലായിൽ മുമ്പ് 40,000 പേർക്ക് ദിവസവും ഭക്ഷണം നൽകിയിരുന്ന സാമൂഹിക അടുക്കള നിലവിൽ 10,000 പേരെ മാത്രമാണ് ഇപ്പോൾ ഊട്ടുന്നത്. പട്ടിണി കടുക്കുന്ന മുനമ്പിൽ വിശന്നു കരയുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. പട്ടിണിയെ യുദ്ധതന്ത്രമാക്കുന്ന ഇസ്രയേൽ നടപടിയെ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കണമെന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി ആവശ്യപ്പെട്ടത്. അതിനിടെ ഗാസയുടെ മധ്യ തെക്കൻ ഭാഗങ്ങളിലേക്ക് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുകയാണ്. മധ്യ ഗാസയിലും തെക്ക് റാഫ നഗരത്തിലും നിരവധി പേർക്കാണ് പരിക്കേറ്റതും മരിച്ചതും. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയയിൽ ആക്രമണത്തിനിടെ 36-കാരനായ യൂസഫിനെ മനുഷ്യ കവചമാക്കിയിരുന്നു ഇസ്രയേൽ സൈന്യം. ബെയ്ത്ത് ലാഹിയയിലെ ഹമദ് സ്കൂളിൽ അഭയം തേടിയ കുടുംബത്തെ ബലപ്രയോഗത്തോടെ ഒഴിപ്പിച്ച ശേഷമാണ് യൂസഫിനെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിൽ കവചമായി ഉപയോഗിച്ചത്. അൽ ജസീറ ചാനലിനോടാണ് യൂസഫ് നടക്കുന്ന ഓർമ്മകൾ പങ്കുവച്ചത്. ആദ്യം സ്കൂളിലും പിന്നീട് സമീപ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളും ഹമാസുകാർക്കായി തിരച്ചിൽ നടത്താനാണ് ഇസ്രയേൽ സൈന്യം യുവാവിനെ കവചമാക്കിയത്. ആയുധമേന്തിയ സൈനികർ പിന്നിലും യൂസഫ് മുന്നിലുമായി ഓരോ മുറിയിലും പ്രവേശിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയത്. നിരായുധനായ യൂസഫിനോട് ഓരോ മുറിയും തുറക്കാനും അകത്ത് പ്രവേശിച്ച് തിരച്ചിൽ നടത്താനും സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. ഹമാസുകാരെ കണ്ടാൽ ഉടൻ സൈന്യത്തെ അറിയിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഉത്തരവുകൾ അനുസരിച്ചാലും അവസാനം ഇസ്രയേൽ സൈന്യം കൊല്ലുമെന്ന് തന്നെയാണ് കരുതിയതെന്നും യൂസഫ് പറയുന്നിരുന്നു. ഒടുവിൽ യൂസഫിനെ കാലിൽ വെടിവെച്ച് പരിക്കേൽപ്പിച്ച് തെരുവിൽ ഉപേക്ഷിച്ച് സൈനികർ കടന്നു കളയുകയായിരുന്നു. രക്തമൊലിക്കുന്ന കാലുമായി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ആശുപത്രിയിൽ എത്തിയെന്നും അവിടെ വെച്ച് കുടുംബത്തെ കണ്ടുമുട്ടിയെന്നുമാണ് യൂസഫ് പറയുന്നത്. സംഭവത്തിന് ഒരാഴ്ച മുമ്പാണ് യൂസഫിന്റെ ഭാര്യ അമാൽ ഇളയ കുഞ്ഞിന് ജന്മം നൽകിയത്. സൈനികരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ അമാലിന്റെ കയ്യിൽ നിന്ന് താഴെ വീണ കുഞ്ഞിനും പരിക്കേറ്റിരുന്നു. പലസ്തീൻ പ്രദേശമായ വെസ്റ്റ് ബാങ്കിലും അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുന്നതിനിടെ പ്രദേശവാസികളെ ഇസ്രയേൽ സൈന്യം കവചമായി ഉപയോഗിക്കുന്നത് പതിവാണ്. പലസ്തീനുകാരെ വാഹനങ്ങൾക്ക് മുമ്പിലും മുകളിലും കെട്ടിവെച്ച് സൈന്യം അഭയാർത്ഥി ക്യാമ്പുകളിൽ പ്രവേശിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വരാറുണ്ട്. ഗാസയിൽ വീണ്ടും വ്യോമാക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണ് ഇസ്രയേല്. ജനുവരി 19 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ഇസ്രയേലിന്റെ ഈ നടപടി. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഗാസയിൽ സംഭവിച്ച ഏറ്റവും വലിയ ആക്രമണമാണിതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 100-ലധികം പേര് മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും ഇസ്രയേൽ സൈന്യം നൽകിയിട്ടില്ല.